കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം? അത് പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല എന്ന് ദൈവവചനം പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ ഒരു ദൈവ പൈതലിനെ ഉപ്പായി ചിത്രീകരിക്കുകയാണ് യേശു. അപ്പം ഈ ലോകത്തിലെ ഒരു മനുഷ്യന് മനസ്സിലാക്കുവാൻ തക്കതായ സാധനങ്ങളെ കൊണ്ടും ജീവിത രീതികളെ കൊണ്ടുമാണ് സ്വർഗരാജ്യത്തിൻ്റെ ഉപമകളെ കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരു ദൈവ പൈതൽ ഉപ്പായിരിക്കുന്നു എന്ന് പറയുന്നു. ആ ഉപ്പ് വന്നിട്ട് നമുക്ക് ആഹാര സാധനങ്ങളിൽ രുചി വരുത്തുവാനും അതേപോലെ തന്നെ കേടുകൂടാതെയും നാം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഉപ്പ്. അപ്പോൾ ഈ ഉപ്പിന് അതിലൊരു കാരമില്ലെങ്കിൽ അല്ലാതെ പോയാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വാദില്ലാതെ പോയാൽ അത് പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. അത് ചുമ്മാ എറിഞ്ഞിട്ട് അത് മനുഷ്യർ ചവിട്ടിക്കളയാനല്ലാതെ ഒന്നിനും പറ്റത്തില്ലെന്ന് പറയുന്നു. ഇതേപോലെയാണ് ഒരു ക്രിസ്ത്യാനിയും ക്രിസ്തുവിനെ ആസ്വദിച്ചിട്ട് നാം ആ ഒരു രുചി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നാം അനുഭവിച്ചറിഞ്ഞിട്ട് ആ ഒരു സ്നേഹത്തെ മറ്റുള്ളവരിൽ പകർന്നു കൊടുക്കാതിരുന്നാൽ നാം അനുഭവിച്ച ആ ഒരു രുചിയെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അപ്പോൾ നാം ഒരു ഉപ്പായി മാറണം എന്ന് പറഞ്ഞാൽ ആ ഒരു ദൈവവചനം നമുക്ക് എങ്ങനെ രുചി വരുത്തിയോ അതേപോലെ നാം അടുത്തവർക്ക് രുചിയുള്ളവരായി തീരണം. അതേപോലെ തന്നെ ഈ ഒരു നിലത്ത് അല്ലെങ്കിൽ നിലത്തിൽ ശുദ്ധി വരുത്താൻ അല്ലെങ്കിൽ കീടനാശിനിക്ക് പകരം തെങ്ങിൻ്റെ മൂട്ടിലൊക്കെ ഉപ്പ് വിതറാറുണ്ട്. അതേപോലെ ഒരു സാധനം കൂടാതെ വയ്ക്കാനായിട്ടും ഈ ഉപ്പ് നാം സാധനങ്ങൾ വിതറിയിടാറുണ്ട്. അതേപോലെ തന്നെ ഒരു ദൈവ പൈതൽ താൻ ഒരു ഉപ്പായിരിക്കുമ്പോൾ സുവിശേഷം വിതറുന്ന ഒരാളായി മാറണം. ഈ ഉപ്പ് വിതറപ്പെടുന്നത് പോലെ നമ്മെ കൊണ്ട് ക്രിസ്തുവിൻ്റെ ഒരു സുവിശേഷം വിതറപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിൽ ഒരു ഗുണവുമില്ല എന്ന് ദൈവം പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്ന ഒരാൾ ഒരു ക്രിസ്തുവിനെ ആസ്വദിക്കുകയും അല്ലെങ്കിൽ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് രുചിയുള്ളതായി മാറ്റുകയും ചെയ്യാതിരുന്നാൽ ഒരു രുചിയില്ലാത്ത ഒരു ഉപ്പിനെ പുറത്ത് കളഞ്ഞ് ചവിട്ടുന്നത് പോലെ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് പേരിൽ മാത്രമല്ല ആ ക്രിസ്ത്യാനിയും പുറത്ത് തള്ളപ്പെടും, പുറമ്പായ ഇരുട്ടിൽ തള്ളപ്പെടും. ഒരിക്കലും അതൊരു ഉപയോഗപ്രകരമായ ആ ഒരു സ്വർഗരാജ്യത്തിൽ ചെന്നെത്തുന്നില്ല. പുറമ്പായ ഇരുട്ടിൽ തള്ളപ്പെടുകയും അത് ആർക്കും ഉപകാരമില്ലാതെ നശിച്ചു പോവുകയും ചെയ്യുന്നു. പ്രിയ ദൈവ പൈതലെ, നമ്മുടെ ജീവിതവും നാം അനുഭവിച്ച ദൈവത്തിൻ്റെ സ്നേഹവും നാം അനുഭവിച്ചതുപോലെ അടുത്തവർക്ക് അതൊരു രുചികരമായി നാം ജീവിപ്പാനും അതേപോലെ നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ നോട്ടങ്ങൾ, പ്രവർത്തനങ്ങൾ അടുത്തുള്ളവർക്ക് ഒരു രുചിയായി തീരണം. അതേപോലെ തന്നെ അവർ കേടുകൂടാതെ അല്ലെങ്കിൽ നരകത്തിൽ പോയി നശിക്കാതെ സ്വർഗരാജ്യത്തിൽ പോയി ചേരുവാൻ നമ്മൾ ആവോളം അവർക്കൊരു ഉപ്പ് എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കുന്നുവോ അതേപോലെ അവർ കേടുകൂടാതിരിപ്പാൻ നാം അവർക്ക് മുൻമാതൃകയായിരിക്കണം. അവർക്ക് സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. കർത്താവ് ഇതിലേക്ക് വേണ്ടി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ അങ്ങയുടെ സ്നേഹവും കർത്താവെ അങ്ങയുടെ കരുതലും അനുഭവിച്ചറിഞ്ഞ ഞങ്ങൾക്ക് മാത്രമെന്ന് ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കാതെ കർത്താവെ അത് ഒരു ഉപ്പ് ഒരു ആഹാര സാധനത്തിൽ വീഴുമ്പോൾ രുചി വരുത്തുന്നത് പോലെ കർത്താവെ ഞങ്ങളുടെ ജീവിതം കൊണ്ട് അടുത്തവരുടെ ജീവിതത്തിൽ സുവിശേഷം എന്ന ആ ഒരു ഉപ്പിന് വിതറിക്കൊണ്ട് ഞങ്ങൾ കർത്താവെ അപ്പോൾ അടുത്തവർക്കൊരു മധുരമായി രുചികരമായ ഒരു ജീവിതം ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരു ഉപ്പ് ദൈവമേ മറ്റുള്ള സാധനങ്ങളെ കേടുവരാതെ സൂക്ഷിക്കുന്നത് പോലെ കർത്താവെ ഞങ്ങളുടെ സഹോദരങ്ങൾ കർത്താവെ അപ്പോൾ ഈ ലോകത്തോടു കൂടെ അഴിഞ്ഞു പോകാതെ ദൈവമേ അവരുടെ രാജ്യത്തിൽ വന്ന് എത്തുവാൻ ഞങ്ങളാവോളം ദൈവവചനം തന്നെ നമ്മുടെ സമശിഷ്ടങ്ങൾക്ക് പകർന്നു കൊടുപ്പാൻ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവ് വരെ കർത്താവ് വിശ്വാസത്തിൽ പ്രത്യാശയിലും തളർന്നു പോകാതെ വിഴുന്നു പോകാതെ ഓടുവാൻ കർത്താവ് അങ്ങയുടെ കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.